ആശയക്കുഴപ്പങ്ങളില്ലാത്ത മണ്ഡലങ്ങളിൽ സ്ഥാനാർത്ഥി നിർണയത്തിന് മുമ്പേ പ്രചാരണം തുടങ്ങാൻ കോൺഗ്രസ് നേതൃത്വം അനുമതി നൽകിയെന്നാണ് സൂചന. തൃശൂരിൽ ടി.എൻ. പ്രതാപിന് വേണ്ടിയും മാവേലിക്കരയിൽ കൊടിക്കുന്നിൽ സുരേഷിനു വേണ്ടിയും ചാലക്കുടിയിൽ ബെന്നി ബെഹനാനു വേണ്ടിയും ആറ്റിങ്ങലിൽ അടൂർ പ്രകാശിനു വേണ്ടിയും ചുവരെഴുത്തുകൾ തുടങ്ങി. ചുവരെഴുതാൻ നേതൃത്വത്തിന്റെ നിർദ്ദേശം ലഭിച്ചുവെന്ന് മണലൂർ കോൺഗ്രസ് ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് അപ്പൂസ് അരിമ്പോർ പറഞ്ഞു. പാർലമെന്റ് തൃശ്ശൂര് എഴുതുന്ന ഇപ്പൊ മണലൂർ നിയോജകമണ്ഡലത്തിലെ ചുമരുകളിലാണ്. പാർട്ടി നേതൃത്വം പറഞ്ഞു എഴുതാൻ. അതെ, ഞാൻ പാർട്ടിയുടെ ബ്ലോക്ക് വൈസ് പ്രസിഡന്റാണ്. പാർട്ടിയുടെ ഔദ്യോഗിക നിർദ്ദേശത്തോടെയാണ്. അതെ, ഔദ്യോഗിക നിർദ്ദേശപ്രകാരമാണ്. മണലൂര് പല സ്ഥലങ്ങളിലും എഴുതുന്നുണ്ടോ? ഇല്ല, ഞാൻ ഈ അരിമ്പൂര് മാത്രമേ. ഇത് കഴിഞ്ഞപ്പോൾ നമ്മൾക്ക് ഫീൽഡിൽ ഇറങ്ങണമല്ലോ. ഫീൽഡിൽ വർക്ക് ചെയ്യാണ്ട് നമുക്ക് വോട്ട് കിട്ടില്ലല്ലോ. സൂരജ് സജി വിവരങ്ങൾ നൽകും തൃശ്ശൂരിൽ നിന്ന്. സൂരജ്, അപ്പോൾ ഇത് സിറ്റിംഗ് എംപിമാരൊക്കെ മത്സരിക്കുമെന്നത് ഏറെക്കുറെ ഉറപ്പിച്ചിട്ടുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ 2-3 മണ്ഡലങ്ങളിലെ ഉള്ള ആശയക്കുഴപ്പം ഇത്തരം പ്രചാരണ പരിപാടികൾ തുടങ്ങാൻ നേതൃത്വം പറഞ്ഞു എന്ന് തന്നെ ഇപ്പോൾ ഉറപ്പിക്കാം, അല്ലേ? തീർച്ചയായും വിജയകുമാർ, അത്തരത്തിൽ തന്നെയാണ്. ഇന്ന് ചുമരെഴുതുന്നത് ഈ മണലൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് കൂടിയാണ്. അദ്ദേഹം വ്യക്തമാക്കിയത് പ്രാദേശിക നേതൃത്വത്തിന് അത്തരത്തിൽ ചുവരെഴുത്തും പ്രചരണവുമായി മുന്നോട്ട് പോകാൻ നിർദ്ദേശം നൽകി എന്നുള്ളത് തന്നെയാണ് അദ്ദേഹം അറിയിക്കുന്നത്. അതുപ്രകാരമാണ് ഈ തൃശൂർ മണ്ഡലത്തിൽ ടി.എൻ. പ്രതാപിന് വേണ്ടി ചുവരെഴുത്ത് തുടങ്ങിയത്. ആദ്യഘട്ടത്തിൽ തന്നെ ഒരുപക്ഷെ കോൺഗ്രസ് സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി ചുവരെഴുതിയത് അത് തൃശൂരിൽ തന്നെയായിരുന്നു. അന്ന് നേതൃത്വം ഇടപെട്ടുകൊണ്ട് ചുവരെഴുത്ത് പാടില്ല എന്ന് നിർദ്ദേശിച്ചിരുന്നു. പക്ഷേ ഔദ്യോഗിക പ്രഖ്യാപനത്തിന് ഇനി ദിവസങ്ങൾ മാത്രം ശേഷിക്കെ ഈ പ്രഖ്യാപനത്തിന് വേണ്ടി നിൽക്കേണ്ടതില്ല എന്നുള്ളതാണ് നേതൃത്വം നിലവിൽ നൽകിയിരിക്കുന്ന നിർദ്ദേശം. അതുപ്രകാരമാണ് ഇപ്പോൾ ഈ ചുവരെഴുത്ത് ആരംഭിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ തൃശൂർ മണ്ഡലത്തിന് പുറമെ ചാലക്കുടിയിൽ ബെന്നി ബെഹനാനു വേണ്ടി ചുവരെഴുത്ത് തുടങ്ങിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ അടൂർ പ്രകാശിന് വേണ്ടി ഫ്ലെക്സ് ബോർഡുകൾ ഉൾപ്പെടെ ആറ്റിങ്ങൽ മണ്ഡലത്തിൽ സ്ഥാപിച്ചിട്ടുണ്ട്. നഗരൂർ പഞ്ചായത്തിലാണ് ഈ ഫ്ലെക്സ് ബോർഡുകൾ സ്ഥാപിച്ചിരിക്കുന്നത്. കൊടിക്കുന്നിൽ സുരേഷിന് വേണ്ടി ചങ്ങനാശ്ശേരിയിലും ചുവരെഴുത്ത്, അതും ചിഹ്നം ഉൾപ്പെടെ രേഖപ്പെടുത്തിക്കൊണ്ടാണ് ഈ സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി പ്രചരണം ആരംഭിച്ചിരിക്കുന്നത്. ഇത്തരത്തിൽ സ്ഥാനാർത്ഥികളായി സിറ്റിംഗ് എംപിമാർ മത്സരിക്കട്ടെ എന്നൊരു നിർദ്ദേശം മുന്നോട്ട് വെച്ചിരിക്കുന്നു. അതുപ്രകാരം ആശയക്കുഴപ്പമില്ലാത്ത മണ്ഡലങ്ങളിൽ പ്രചാരണവുമായി മുന്നോട്ട് പോകാൻ നേതൃത്വം പച്ചക്കൊടി നൽകിയിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. വിജയകുമാർ. യെസ്, സൂരജ് സജിയാണ് വിവരങ്ങൾ നൽകിയത്. സ്ഥാനാർത്ഥിത്വം ഉറപ്പിച്ച തർക്കങ്ങളോ പ്രശ്നങ്ങളോ ഇല്ലാത്ത മണ്ഡലങ്ങളിൽ സിറ്റിംഗ് എംപിമാരോട് പ്രചാരണത്തിലേക്ക് ഇറങ്ങാൻ കോൺഗ്രസ് നേതൃത്വം നിർദ്ദേശിച്ചു എന്നാണ് മനസ്സിലാക്കുന്നത്. ചുവരെഴുത്തുകളും ഫ്ലെക്സുകളും ഒക്കെ പലയിടത്തും കണ്ടു തുടങ്ങിയിട്ടുണ്ട്.